ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കൽക്കി 2898 AD. തെലുങ്കിലും ഹിന്ദിയിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ സയൻസ് ഫിക്ഷൻ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പടാനി, ദുൽഖർ സൽമാൻ, പശുപതി, അന്നാബെൻ എന്നിങ്ങനെ ഒരു വൻ താരനിര തന്നെയുണ്ട്. 600 കോടിയുടെ ബജറ്റിൽ ഒരുങ്ങുന്ന കൽക്കി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ചിലവേറിയ ചിത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കി എന്ന പ്രഹേളികയാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന ആശയം. മഹാനടിക്ക് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രധാനമായും 2 കാലഘട്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. നിഗൂഢ നഗരമായ കാശിയിൽ മഹാഭാരത കാലത്ത്, അതായത് 3101 BC തുടങ്ങുന്ന കഥ അവസാനിക്കുന്നത് വിദൂര ഭാവികാല ഡിസ്റ്റോപ്പിയൻ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ 2898 AD 6000 വർഷങ്ങളുടെ കഥ പറയുന്ന കൽക്കിക്ക് 9 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ കൽക്കിയുടെ സംവിധായകൻ നാഗ് അശ്വിൻ പറഞ്ഞത് ഇതൊരു ഫ്രാഞ്ചൈസ് അല്ല എന്നും ഒറ്റ ചിത്രം മാത്രമേ ഉണ്ടാവൂ എന്നുമാണ്. ഹോളിവുഡ് ചിത്രം സ്റ്റാർ വാർസിന്റെ റീമേക്കാണ് കൽക്കി എന്ന വാദവും അദ്ദേഹം നിഷേധിച്ചു. സാൻ ഡിയോഗോയിലെ കൊമിക് ഫെസ്റ്റിവലായ കൊമിക്കോൺ 2023 വെച്ചാണ് ചിത്രത്തിന്റെ ടൈറ്റിലും ഗ്ലിംസ് വീഡിയോയും ആദ്യമായി പ്രദർശിപ്പിച്ചത്. ഒരു ഇന്ത്യൻ ചലച്ചിത്രം കൊമിക്കോണിന്റെ ഭാഗമാവുന്നത് തന്നെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ്. ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളെ ഓർമ്മപ്പെടുത്തിയ കൽക്കിയുടെ ട്രെയിലർ പ്രേക്ഷകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഭാവിയിൽ മാത്രം സാധ്യമായ അത്യന്താധുനിക ടെക്നോളജിയുടെയും ഭാരതീയ മിത്തോളജിയുടെയും ഒരു കൂടിച്ചേരലായിരുന്നു ഈ ട്രെയിലറിൽ കാണിച്ചു തന്നത്. അന്ധകാരം ഈ ലോകത്തെ കീഴടക്കുമ്പോൾ ഒരു ശക്തി ഉദയം ചെയ്യും, അവസാനം അവിടെ തുടങ്ങും എന്നാണ് കൽക്കിയുടെ ട്രെയിലർ പറഞ്ഞത്. ഭൈരവ എന്ന കഥാപാത്രമായി പ്രഭാസ് ഈ ലോകത്തെ രക്ഷിക്കുന്നത് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ട്രെയിലറിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നത് പോലെ തന്നെ എന്താണ് പ്രൊജക്ട് കെ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് ലോക്സഭാ ഇലക്ഷൻ അനുബന്ധിച്ച് മാറ്റിവെച്ചേക്കാമെന്ന വാർത്ത സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും മെയ് 9 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.